ഈവനിങ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ഓക്കെ ഡേ ആയിരുന്നു. ലെവൽസ് ഒക്കെ ഒന്ന് മാറി കിടക്കുന്ന കാരണം ഇന്നലത്തെ ലെവലിന്റെ ഭാഗത്തൊക്കെ തന്നെയാണ് ചാർട്ട് കിടക്കുന്നത്. എന്തോ ഗോചാരി എന്തോ ഇഷ്യൂ പറ്റിയതോ ആ ലെവൽ സേവ് ആയിട്ട് പോലും ആവായിരുന്നില്ല. സോ നിഫ്റ്റി ഒരു ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായെങ്കിൽ കൂടി രണ്ടാമത്തെ ട്രേഡിൽ ടാർഗറ്റ് തന്നി ആ നല്ലൊരു ട്രേഡ് താഴേക്ക് പോയിരുന്നു. ബാങ്ക് നിഫ്റ്റിയും അതേപോലെ താഴത്തെ ട്രേഡുകൾ ട്രിഗറായി താഴേക്ക് ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ടാർഗറ്റ് വന്നു. ഇന്നലത്തെ ബെയറിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയായിരുന്നു. മിഡ് ക്യാപ്പ് സുമാർ കിഡിലൻ ട്രേഡ് നല്ല ഉഗ്രൻ ട്രേഡ് ആയിരുന്നു മിഡ് ക്യാപ്പ് എന്നത്. ഓൾമോസ്റ്റ് നമ്മളെ നേരത്തെ തേർഡ് ടാർഗറ്റിന്റെ അവിടെയൊക്കെ മിഡ് ക്യാപ്പ് വന്നു. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പിൽ അടിപൊളി അടാറ് ട്രേഡ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട്. ബാക്കി എല്ലാ ഓട്ടോമാറ്റിക് ലെവലൊക്കെ തന്നെയാണ്. നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് രാത്രി FOMC മീറ്റ് ഉണ്ട്. നമ്മുടെ ഫെഡറൽ റിസർവിന്റെ FOMCന്റെ മീറ്റ് ഇന്ന് രാത്രി ഉണ്ട്. അപ്പം അത് പൊതുവേ നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ ബാധിക്കാനുള്ള ചാൻസ് വളരെയധികം കാണുന്നു. മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രെൻഡിങ് ഡൗൺ ഡേ ആയിരുന്നു മിഡ് ക്യാപ്പ്. ഓപ്പൺ ഓപ്ഷൻ ഇന്നലത്തെ റേഞ്ചിന്റെ ഭാഗത്തേക്ക് ആശാൻ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മുകളിലോട്ട് പോയി റിവേഴ്സ് ഈ സിംഗിൾ പ്രിന്റ് ടച്ച് ചെയ്യാനൊക്കെ ശ്രമിച്ചു, നടന്നില്ല. താഴേക്ക് ഇറങ്ങി വന്ന് ഇന്നലത്തെ BP ലോവറിന്റെ ഭാഗത്തേക്ക് തട്ടി നിൽക്കുന്നു. അപ്പൊ ചുരുക്കി പറയാം ഒരു ട്രെൻഡിങ് എന്താണ് ഡൗൺവേർഡ് കിട്ടിയ ഒരു മാർക്കറ്റായിരുന്നു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച്. 13,669 ഭാഗത്തേക്ക് ഞാൻ ഈ മാർക്കറ്റ് ഇതിന്റെ എന്താണ് നമ്മുടെ POC ഒന്ന് മാറ്റി വെക്കാം. അപ്പം സോ 13,660 ഭാഗത്തേക്ക് ഞാൻ ആദ്യം ഈ ലെവലൊക്കെ ഒന്ന് താഴേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, POC ഒന്നുണ്ട് 13,669 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് താഴേക്ക് കൊണ്ടുവന്നു. അതിന്റെ താഴെയാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ലോവർ റെഫറൻസ് അഥവാ 13,495 താഴെ മാത്രമേ ഇനി ഫ്രഷ് സെല്ലിംഗ് ഉള്ളൂ. 13,495 താഴെ മാത്രമേ ഞാൻ ഫ്രഷ് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അപ്പൊ എങ്ങോട്ട് ഫസ്റ്റ് ടാർഗറ്റ് പോകണം? ഇനി നമ്മൾ പോണത് ഇതൊക്കെ തട്ടി താഴേക്ക് ഇറങ്ങി വന്ന ഇനി 13,495 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് 13,524 ഭാഗം. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു POC ക്ലോസിങ്ങിന്റെ ഭാഗത്താണ് കൃത്യം ക്ലോസ് ചെയ്യും. ഇനി 495 കട്ട് ചെയ്യെങ്കിൽ അടുത്ത വരാൻ പോകുന്നത് ഇതാണ് 13,440 ഭാഗത്തേക്ക്. എത്രയാണ്? 13,440 ഭാഗത്തേക്ക് വരാം. 13,440 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് എന്ന് പറയുമ്പോൾ അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്തത് 13,406 ഭാഗത്തേക്ക്. എത്രയാണ്? 13,406 ഭാഗത്തേക്ക്. 13,406 ആണ്. എത്രയാണ്? 13,406 ഭാഗത്തേക്ക് 406 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഈ POC 13,356 എന്ന് പറഞ്ഞാൽ 7th നവംബറിലെ POCയുടെ ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 13,495 പൊട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫിഗേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് നാളെ FOMC ആയതുകൊണ്ട് എങ്ങനെ വേണോ മാർക്കറ്റ് മൂവ് ചെയ്യാം. ചുരുക്കി പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, 13,860 മുകളിൽ മിഡ് ക്യാപ്പിൽ ഒരു സെല്ലിങ് ഇന്നലെ വന്ന മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഈ ഒരു ഹൈ ഇല്ലേ, ഈ ഒരു ഇതിനും മുകളിൽ 13,830 മുകളിൽ ഒരു സെല്ലിംഗ് ഫിഗർ ഇപ്പോഴും കിടപ്പുണ്ട്. ഇനി 13,830 മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് ബൈ എവിടെ പോവും? 13,876 ഭാഗത്തേക്ക്. എത്രയാണ്? ഫസ്റ്റ് ടാർഗറ്റ് 13,876 ഭാഗത്തേക്ക് വരും. സെക്കൻഡ് ടാർഗറ്റ് 13,920 ഭാഗത്തേക്ക്. എത്രയാണ്? 13,920 ഭാഗത്തേക്ക്. 13,920 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,970 ഭാഗത്തേക്ക്. എത്രയാണ്? 13,970 ഭാഗത്തേക്ക് വരാം. നിങ്ങളൊരു കാര്യം ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചേക്കുക, ഈ 13,830 ഭാഗത്ത് എത്തുമ്പോൾ കോൾ ബൈയെക്കാട്ടി നല്ലത് ഒരു പുട്ട് ബൈയിങ് ആണ് ഞാൻ കുറച്ചും കൂടെ നിങ്ങൾക്ക് പറയുന്നത്. കാരണം ഈ ഭാഗത്ത് മാർക്കറ്റിൽ ഒരു ഹെവി സെല്ലിങ് ഇപ്പോഴും മിഡ് ക്യാപ്പിൽ കാണുന്നുണ്ട്. ഇന്നും ആ ഭാഗത്തെത്തിയപ്പോഴാണ് മാസം താഴെ കടിച്ചിറങ്ങി. ഇന്നലെ ആ ഭാഗത്തെത്തിയപ്പോൾ താഴെ കടിച്ചിറങ്ങി. ഈ ഭാഗത്തൊരു സെല്ലിംഗ് പ്രഷർ മിഡ് ക്യാപ്പിൽ കാണുന്നുണ്ട്. നിങ്ങൾ വ്യക്തമായിട്ട് ഈ ലെവൽസ് മാർക്ക് ചെയ്യുക, അതനുസരിച്ച് മാക്സിമം ട്രേഡ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത്
ബാങ്ക് നിഫ്റ്റി നമ്മുടെ റെഫറൻസ് ലെവലൊക്കെ ഒന്ന് മാറ്റം വരും. ബാങ്ക് നിഫ്റ്റി ഒരു എന്തുവാണ്, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു എഫ് എ വരും പ്രതീക്ഷിച്ചു. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ എഫ് എ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ എഫ് എ അല്ല, ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. പി ഒ സി വന്നേക്കുന്നത് 58,996 ഭാഗത്താണ് പി ഒ സി. ഇപ്പം നമുക്ക് ആദ്യം ഒന്ന് തട്ടി പി ഒ സി താഴേക്ക് മാറ്റാം. 58,996 ഭാഗത്തേക്ക് ഞാൻ പി ഒ സി ഒന്ന് ബാങ്ക് നിഫ്റ്റിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ബുള്ളിഷ് റെഫറൻസിനൊക്കെ ഒന്ന് തട്ടി താഴേക്കാക്കണം. അപ്പോൾ ഇനി ബെയറിഷ് റെഫറൻസ് 58,850 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി സെല്ലിംഗ് എടുക്കാം. 58,850 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. ആ സെല്ലിംഗ് എങ്ങോട്ട് പോകും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 58,742 ഭാഗത്തേക്ക്, 58,742 ഭാഗത്തേക്ക്, 58,742 ഭാഗത്തേക്ക് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് സോൺ ഉണ്ട്. അത് പൊട്ടിയാൽ അടുത്ത ഇതാണ് 58,610 ഭാഗത്തേക്ക്. എത്രയാണ്? 58,610 ഭാഗത്തേക്ക് വരാം. 58,610 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് 58,499 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഏരിയ ലോ ഹൈ 58,499, 58,449 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ ഈ 58,850 പൊട്ടുകയാണെങ്കിൽ ഈ ഒരു ഫില്ലിങ്ങിന്റെ ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ഇനി ബാങ്ക് നിഫ്റ്റി ബൈ എന്ന് പറഞ്ഞാൽ 59,500 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ബൈ ഉള്ളൂ. കണ്ട ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാത്രമേ ആശാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ട് പോകും? 59,300 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് നാളത്തേക്ക് ബൈയെ കുറിച്ച് 59,300 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബൈയെ കുറിച്ച് ചിന്തിക്കാമേ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 58,300 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 58,494 ഭാഗത്തേക്ക് പോവാം. 58,494 എത്രയാണ്? 59,494 ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 59,612 ഭാഗത്തേക്ക് പോവാം. 59,612 ഭാഗത്തേക്ക് പോകാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇത് 59,783 എത്രയാണ്? 59,783 ഭാഗത്തേക്ക് പോകാം. ചുരുക്കി പറഞ്ഞാൽ ഇതായിരിക്കും നാളത്തേക്കുള്ള ബാങ്ക് നിഫ്റ്റി റെഫറൻസ് ലെവലുകൾ. പ്രത്യേകിച്ച് FOMC മീറ്റ് നാളെ വരുന്നതുകൊണ്ട് മാർക്കറ്റ് ഹെവി വോളറ്റൈൽ ആയിരിക്കും. ഈ റെഫറൻസ് ലെവലൊക്കെ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ വോയിസ് അധികം പുറത്തു വരാത്ത കുഴപ്പമെന്ന് പറഞ്ഞാൽ ത്രോട്ടിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ട്, ജലദോഷവും കുറച്ച് ദിവസം ബോഡി കുറച്ച് പാടാണ്. അപ്പോൾ ഒട്ടും സൗണ്ട് ഇല്ല. ഞാൻ നല്ല ഉയർത്തി പറയുമ്പോഴും എനിക്ക് എന്തുവാണ് എൻ്റെ ചുണ്ടങ്ങ് അനങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ലെവൽസ് കൃത്യമായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് നിഫ്റ്റി നോക്കാം. ആദ്യം നമുക്ക് റെഫറൻസ് ലെവലൊക്കെ താഴേക്കൊന്ന് മാറ്റി വരയ്ക്കാം, കാരണം അവിടെയൊക്കെ താഴേക്ക് വരുന്ന ഉണ്ടല്ലോ. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു എഫ് എ ആണ്. നിഫ്റ്റി ഒരു ഫെയിൽഡ് ഓപ്ഷൻ നിന്ന് ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാത്രമേ ഇനി ഒരു ഫ്രഷ് ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സോ 25,950 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച്, എത്രയാണ്? 25,954 ഞാൻ എൻ്റെ ടെലിഗ്രാമിലും വാട്സാപ്പിലൊക്കെ കൊടുത്ത് 25,955 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 26,000 ഭാഗത്തേക്ക് പോവാം. ഫസ്റ്റ് ടാർഗറ്റ് 26,000 ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 26,054 ഭാഗത്തേക്ക്, 26,054, 26,054 ഭാഗത്ത് 26,054 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 26,108, 26,108 ഭാഗത്തേക്ക് വരാൻ. ചുരുക്കി പറയുന്നതായിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള അപ്പർ സൈഡ് ലെവൽസ്. ഇനി നമ്മളെ POC ഇന്ന് വന്നിരിക്കുന്ന 25,835 ഭാഗത്താണ് POC. ഇപ്പം ഞാൻ ആ POC ആദ്യം ആക്കിയ 25,835 ഭാഗത്തേക്ക് POC നിൽക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 741 ഭാഗത്ത്. ശരിക്കും POCക്ക് മെർജ് ചെയ്ത് താഴേക്ക് വരാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 25,700 താഴെ അല്ലെങ്കിൽ 25,720 താഴെ മാത്രമേ ഞാനൊരു സെല്ലിംഗ് 25,720 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ സെല്ലിംഗ് എങ്ങോട്ട് പോകുമെന്ന് അറിയാമോ? ഫസ്റ്റ് ഈ ഒരു ഏരിയ 25,650, 670 ഭാഗത്തേക്ക്, എത്രയാണ്? 25,670 ഭാഗത്തേക്ക് വരും. ഫസ്റ്റ് അവിടെ ആയിരിക്കും വരുന്നത്. അതിന് താഴെ നിൽക്കുമ്പോൾ ഈ വാല്യൂ ഏരിയ ഹൈ 625, 25,625 ഭാഗത്ത് 25,625 ഭാഗത്തേക്ക് വരാം. ഈ വാല്യൂ ഏരിയ ഹൈ പൊട്ടിയ ഓർത്തോളുക ഈ POC അഥവാ 25,950 എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ 25,620 പൊട്ടുകയാണെങ്കിൽ പടപടേന്ന്
25,500 എടുത്തുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ 25,620 താഴെ 25,570 ഒരു ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്. ഞാൻ ആ 570 കൂടെ ഇവിടെ വയ്ക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 25,620 പൊട്ടുകയാണെങ്കിൽ 500 ഭാഗത്തേക്കുള്ള മെയിൻ റിവേഴ്ഷൻ ട്രേഡ് സെറ്റപ്പ് ആക്റ്റീവ് ആയിരിക്കും. ഇതായിരിക്കും നിഫ്റ്റിയുടെ ലെവൽസ്. എല്ലാവരും ലെവൽ കൃത്യമായിട്ട് കാണുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. മെന്ററിംഗ് ബാച്ച് ഈ വരാൻ 22 സ്റ്റാർട്ട് ചെയ്യാണ്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് എൻ്റെ ഹാഫിൽ കൂടുതൽ ഫിൽ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചേരണമെന്നുണ്ടെങ്കിൽ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. അതിൻ്റെ കൂടാതെ MCXന്റെ ട്രേഡ് സജഷൻസ് അടങ്ങിയ MCX പാക്കേജ്, ഒരു സിസ്റ്റമാറ്റിക്കൽ ട്രേഡിംഗ്, ഒരു MCXന്റെ ഒരു പ്ലാന് ഈ ഡിസംബർ 26 അതും സ്റ്റാർട്ട് ചെയ്യണം. സോ അതിൽ MCXന് കോൾസും ബാക്കിയുള്ള കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. MCXന്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എക്സ്പെർട്ടീവ് രീതിയിൽ പറഞ്ഞു തരും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി. അതേപോലെ ഈവനിങ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. MCXന്റെ സെറ്റപ്പ് നിങ്ങൾക്ക് എടുക്കാം. അതുവഴി നിങ്ങൾക്ക് ട്രേഡബിൾ സജഷൻസ് ഒക്കെ കിട്ടും. അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുകയും ചെയ്യാം. സോ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.